നമസ്കാരം കൂട്ടുകാരെ. PSCയുടെ പുതിയ പരീക്ഷാ രീതിയും പുതിയ സിലബസിനെയും അനുസരിച്ച് തയ്യാറാക്കിയ സുപ്രധാന ചോദ്യങ്ങൾ അടങ്ങുന്ന ഓഡിയോ ബുക്കാണിത്. ശ്രദ്ധയോടെ വീണ്ടും കേട്ട് പഠിക്കുക. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഗോവ സംസ്ഥാനത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വിസ്തീർണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനവും ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ 4ാമത്തെ സംസ്ഥാനവുമാണ് ഗോവ. 1987 മെയ് 30 ഇന്ത്യയിലെ 25ാമത് സംസ്ഥാനമായാണ് ഗോവ നിലവിൽ വന്നത്. പനാജിയാണ് ഗോവയുടെ തലസ്ഥാനം. ഗോവയ്ക്ക് സ്വന്തമായി ഹൈക്കോടതി ഇല്ല. ബോംബെ ഹൈക്കോടതിയുടെ പരിധിയിലാണ് ഗോവ വരുന്നത്. എന്നാൽ പനാജിയിൽ ഹൈക്കോടതി ബെഞ്ചുണ്ട്. ഗോവയുടെ സംസ്ഥാന മൃഗം കാട്ടുപോത്തും സംസ്ഥാന പക്ഷി ഫ്ലെയിം ത്രോട്ടഡ് ബുൾബുൾ എന്നറിയപ്പെടുന്ന മണികണ്ഠൻ പക്ഷിയും സംസ്ഥാന വൃക്ഷം തെങ്ങുമാണ്. ഗോവയിൽ ആകെ 2 ജില്ലകൾ മാത്രമാണ് ഉള്ളത്. തെക്കൻ ഗോവയെന്നും വടക്കൻ ഗോവയെന്നും ഇത് അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള സംസ്ഥാനമാണ് ഗോവ. കിഴക്കിന്റെ പറുദീസ, കിഴക്കിന്റെ റോം, കിഴക്കിന്റെ മുത്ത്, മരതകനാട്, സഞ്ചാരികളുടെ പറുദീസ എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഗോവ. ടോളമിയുടെ പുസ്തകത്തിൽ ഷൗബ എന്നും അപരാന്ത എന്നും ഗോവ അറിയപ്പെടുന്നു. പുരാതന കാലത്ത് ഗോപക പട്ടണം, ഗോമന്തകം, ഗോവപുരി എന്നീ പേരുകളിലും ഗോവ അറിയപ്പെട്ടിരുന്നു. ഇത്രയും പറഞ്ഞ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ടവ ഒന്നും കൂടി ആവർത്തിക്കാം. വിസ്തീർണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ. 1987 മെയ് 30 ഇന്ത്യയിലെ 25ാമത് സംസ്ഥാനമായാണ് ഗോവ നിലവിൽ വന്നത്. ഗോവയുടെ തലസ്ഥാനം പനാജിയാണ്. സ്വന്തമായിട്ട് ഹൈക്കോടതി ഗോവയ്ക്കില്ല. ബോംബെ ഹൈക്കോടതിയുടെ പരിധിയിലാണ് ഗോവ വരുന്നത്. ഗോവയിൽ ആകെ 2 ജില്ലകൾ മാത്രമാണുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള സംസ്ഥാനം ഗോവയാണ്. ഗോവയ്ക്ക് ഒട്ടേറെ വിശേഷണങ്ങളുണ്ട്. അവയാണ് കിഴക്കിന്റെ പറുദീസ, കിഴക്കിന്റെ റോം, കിഴക്കിന്റെ മുത്ത്, മരതകനാട്, സഞ്ചാരികളുടെ പറുദീസ എന്നിവ. ടോളമിയുടെ പുസ്തകത്തിൽ ഷൗബ എന്നും അപരാന്ത എന്നും ഗോവ അറിയപ്പെടുന്നുണ്ട്. പുരാതന കാലത്ത് ഗോപക പട്ടണം, ഗോമന്തകം, ഗോവപുരി എന്നീ പേരുകളിലും ഗോവ അറിയപ്പെട്ടിരുന്നു. ഗോവയുടെ വാണിജ്യ തലസ്ഥാനവും സാംസ്കാരിക തലസ്ഥാനവുമാണ് മാർഗവോ. ഗോവയുടെ നിയമ തലസ്ഥാനമാണ് പോർവോറി. ഗോവയിലെ ഔദ്യോഗിക ഭാഷ കൊങ്കിണിയാണ്. ഇത് ഇൻഡോ ആര്യൻ ഭാഷാഗോത്രത്തിലെ ഭാഷയാണ്. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഔദ്യോഗിക ഭാഷകളിൽ ലിപിയില്ലാത്ത ഏക ഭാഷയാണ് കൊങ്കിണി. കൊങ്കിണി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. പോർച്ചുഗീസ് ഭരണകാലത്ത് ഗോവയിലെ ഔദ്യോഗിക ഭാഷ പോർച്ചുഗീസ് ആയിരുന്നു. ഗോവയുടെ ഔദ്യോഗിക പാനീയമാണ് ഫെനി. കശുവണ്ടിയിൽ നിന്നാണ് ഫെനി ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ഫെനി എന്ന പേരുള്ള നദി ഒഴുകുന്നത് ത്രിപുരയിലാണ്. കാലവർഷത്തെ സ്വാഗതം ചെയ്യാൻ ഗോവക്കാർ നടത്തുന്ന പരമ്പരാഗത ഉത്സവമാണ് സൗജാവോ. ഗോവയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഗോമന്തക വിഭൂഷൺ. പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഗോവയുടെ വാണിജ്യ തലസ്ഥാനവും സാംസ്കാരിക തലസ്ഥാനവുമാണ് മാർഗവോ. എന്നാൽ ഗോവയുടെ തലസ്ഥാനം പനാജിയാണ്. ഗോവയുടെ നിയമ തലസ്ഥാനം പോർവോറിമാണ്. ഔദ്യോഗിക ഭാഷ കൊങ്കിണിയാണ്. കൊങ്കിണി ഭാഷയ്ക്ക് ലിപിയില്ല. കൊങ്കിണി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഔദ്യോഗിക പാനീയമാണ് ഫെനി. കാലവർഷത്തെ സ്വാഗതം ചെയ്യാൻ ഗോവക്കാർ നടത്തുന്ന പരമ്പരാഗത ഉത്സവമാണ് സൗജാവോ. ഗോവയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഗോമന്തക വിഭൂഷൺ. ഏറ്റവും കൂടുതൽ കാലം കോളനി വൽക്കരണത്തിന് വിധേയമായ സ്ഥലമാണ് ഗോവ. ഏകദേശം 450 വർഷത്തോളം ഗോവ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായിരുന്നു. 1510 പോർച്ചുഗീസ് നാവികനായ അൽഫോൺസ് ഡി അൽബുക്കർക്ക് എത്തിയതോടെയാണ് ഗോവയുടെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത്. 18ാം നൂറ്റാണ്ടായതോടെ പൂർണ്ണമായും പോർച്ചുഗീസ് അധീനതയിലായി. ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷവും പോർച്ചുഗീസ് ആധിപത്യം തുടർന്നു വന്ന ഗോവ 1961 വരെ പോർച്ചുഗീസ് ഭരണത്തിലായിരുന്നു. 1961 ഡിസംബർ 19 ഗോവയെ കേന്ദ്രഭരണ പ്രദേശമാക്കിയെങ്കിലും 1987 മെയ് 30 ഗോവയെ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത്.
1510 ബീജാപൂർ സുൽത്താനിൽ നിന്ന് പോർച്ചുഗീസുകാർ ഗോവയുടെ അധികാരം പിടിച്ചെടുത്തു. ബീജാപൂരിലെ യൂസഫ് ആദിൽ ഷായിൽ നിന്ന് ഗോവയെ പിടിച്ചെടുക്കാൻ അൽബുക്കർക്കിനെ സഹായിച്ച പ്രാദേശിക നേതാവാണ് തിമ്മയ്യ. 1787 പോർച്ചുഗീസുകാർക്കെതിരെ ഗോവയിൽ നടന്ന കലാപമാണ് പിന്റോ കലാപം. ഇന്ത്യയിലെ അവസാന വിദേശ പോർച്ചുഗീസ് ഗവർണറാണ് മാനുവൽ ആന്റോണിയോ വാസലോ ഇ സിൽവ. പോർച്ചുഗീസുകാർക്കെതിരെ മർമഗോവയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് റാം മനോഹർ ലോഹിയാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ജനങ്ങൾ എന്നെ ഓർക്കണമെന്നില്ല, എന്നാൽ എന്റെ മരണശേഷം അവരെന്നെ ഓർക്കാതിരിക്കയില്ല എന്ന പ്രശസ്തമായ വാക്കുകൾ റാം മനോഹർ ലോഹിയുടേതാണ്. ഗോവയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകാൻ 1946 ജൂൺ 18 ഗോവയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു സമ്മേളനത്തിൽ ലോഹ്യ പ്രസംഗിക്കുകയുണ്ടായി. ഏകദേശം 20,000-ലേറെ പേർ ആ പ്രസംഗം കേൾക്കാൻ എത്തിയിരുന്നുവെങ്കിലും പ്രസംഗിച്ചു തീരുന്നതിന് മുമ്പ് പോർച്ചുഗീസ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ലോഹ്യ പ്രസംഗിച്ച സ്ഥലം ലോഹ്യ ചൌക്ക് എന്നറിയപ്പെട്ടു. ലോഹ്യ പ്രസംഗിച്ച ജൂൺ 18 ഗോവയുടെ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത്. 1961 പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ഗോവയെ മോചിപ്പിക്കാൻ 1961 പട്ടാളം നടത്തിയ ഓപ്പറേഷനെ വിശേഷിപ്പിക്കാൻ അന്നത്തെ പ്രതിരോധ മന്ത്രി വി.കെ. കൃഷ്ണമേനോൻ ഉപയോഗിച്ച പദം പോലീസ് ആക്ഷൻ എന്നായിരുന്നു. ഗോവയുടെ വിമോചനത്തിനായുള്ള നടപടിക്ക് നേതൃത്വം നൽകിയ ഇന്ത്യൻ കരസേനാ മേധാവിയാണ് മേജർ ജനറൽ കെ.പി. കാണ്ടത്ത്. ഗോവ വിമോചന ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 19 അമിതാഭ് ബച്ചൻ അഭിനയിച്ച ആദ്യ ചിത്രമായ സാത് ഹിന്ദുസ്ഥാനിയുടെ പ്രമേയവും ഗോവ വിമോചനം ആയിരുന്നു. സാത് ഹിന്ദുസ്ഥാനിയിൽ അഭിനയിച്ച മലയാള നടനാണ് മധു. ഗോവൻ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മോഹൻ റാനഡെ. ഗോവ വിമോചകൻ എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിനെയാണ്. AD 2-ാം നൂറ്റാണ്ട് മുതൽ 1312 വരെ ഗോവ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന രാജവംശമാണ് കദംബ രാജവംശം. കടമ്പ വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന രാജവംശമാണിത്. കദംബ രാജവംശത്തിന്റെ പേരിൽ സംസ്ഥാനത്തെ ഗതാഗത വകുപ്പിനെ നാമകരണം ചെയ്തിരിക്കുന്ന സംസ്ഥാനമാണ് ഗോവ. ഗോവയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അറിയപ്പെടുന്നത് കദംബ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നാണ്. ഓർക്കണം, പ്രധാന പോയിന്റുകൾ ഒന്നുകൂടെ പറയാം. ഏറ്റവും കൂടുതൽ കാലം കോളനിവൽക്കരണത്തിന് വിധേയമായിരുന്ന സ്ഥലമാണ് ഗോവ. ഗോവയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് സൈനികനാണ് അൽഫോൺസ് ഡി അൽബുക്കർക്ക്. 1510 അദ്ദേഹം ഗോവയിലെത്തുന്നത്. 1961 വരെ ഗോവയിൽ പോർച്ചുഗീസ് ഭരണമായിരുന്നു. 1961 ഡിസംബർ 19 ഗോവയെ കേന്ദ്രഭരണ പ്രദേശമാക്കിയെങ്കിലും 1987 മെയ് 30 ഗോവയെ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. ബീജാപൂർ സുൽത്താനിൽ നിന്ന് ഗോവയെ പിടിച്ചെടുക്കാൻ അൽബുക്കർക്കിനെ സഹായിച്ച പ്രാദേശിക നേതാവാണ് തിമ്മയ്യ. പിന്റോ കലാപം നടന്നത് 1787 ഇന്ത്യയിലെ അവസാനത്തെ വിദേശ പോർച്ചുഗീസ് ഗവർണറാണ് മാനുവൽ ആന്റോണിയോ വാസലോ ഇ സിൽവ. മർമഗോവയില് പോർച്ചുഗീസുകാർക്കെതിരെ നേതൃത്വം നൽകിയത് റാം മനോഹർ ലോഹിയാണ്. അദ്ദേഹം പ്രസംഗിച്ച ജൂൺ 18 ഗോവയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാൽ ഗോവ വിമോചന ദിനം ഡിസംബർ 19 അതിന് കാരണം ഓപ്പറേഷൻ വിജയ് 1961 നടന്ന ഓപ്പറേഷൻ വിജയ് ആണ്. അന്നേരത്തെ പ്രതിരോധ മന്ത്രി വി.കെ. കൃഷ്ണമേനോൻ ആയിരുന്നു. വി.കെ. കൃഷ്ണമേനോൻ ആ പ്രവർത്തനത്തെ വിശേഷിപ്പിച്ചത് പോലീസ് ആക്ഷൻ എന്നായിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ കരസേനയുടെ മേധാവി മേജർ ജനറൽ കെ.പി. കാണ്ടത്തായിരുന്നു. അമിതാഭ് ബച്ചൻ ആദ്യമായിട്ട് അഭിനയിച്ച ചിത്രമായ സാത് ഹിന്ദുസ്ഥാനിയുടെ പ്രമേയം ഗോവ വിമോചനമായിരുന്നു. അതിൽ അഭിനയിച്ച മലയാള നടനാണ് മധു. ഗോവൻ ഗാന്ധി മോഹൻ റാനഡെയും ഗോവ വിമോചകൻ ഫ്രാങ്കോയിസ് മാർട്ടിനുമാണ്. ഗോവയുടെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അറിയപ്പെടുന്നത് കദംബ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നാണ്. അടുത്തതായിട്ട് ഗോവയുടെ കുറച്ച് പ്രത്യേകതകളാണ് പറയുന്നത്. സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഗോവ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച ആദ്യ സംസ്ഥാനവും ഗോവയാണ്. ഇത് 2004 എന്നാൽ ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് 1982 കേരളത്തിൽ എറണാകുളം ജില്ലയിലെ നോർത്ത് പരവൂരിലാണ്. സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഗോവ.
എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ആദ്യ സംസ്ഥാനവും ഗോവയാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്കൈബസ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഗോവയാണ്. എന്നാൽ 2013 ഈ പദ്ധതി ഉപേക്ഷിച്ചു. 1556 ഇന്ത്യയിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിക്കപ്പെട്ടത് ഗോവയിലാണ്. 2005 പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരം ഗുഡ്ക ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. സാർസ് രോഗം റിപ്പോർട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഗോവയാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഏകീകൃത സിവിൽ കോഡിനെ പറ്റി പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദമാണ് 44. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗോവയിൽ പോർച്ചുഗീസ് യൂണിഫോം സിവിൽ കോഡാണ് നിലവിലുള്ളത്. ഇത് നെപ്പോളിയോണിക് കോഡിനെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയതാണ്. പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനവും ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനവും ഗോവയാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികൾ ഉള്ള സംസ്ഥാനമാണ് ഗോവ. ഓർക്കണം, സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഗോവയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച ആദ്യ സംസ്ഥാനം ഗോവയാണ്. സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് 1556 സ്ഥാപിക്കപ്പെട്ടത് ഗോവയിലാണ്. സാർസ് രോഗം റിപ്പോർട്ട് ചെയ്ത ആദ്യ സംസ്ഥാനമാണ് ഗോവ. ഗോവയിൽ നിലവിലുള്ളത് യൂണിഫോം സിവിൽ കോഡാണ്. ഇതുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് 44. നെപ്പോളിയോണിക് കോഡിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് നിലവിലുള്ളത്. പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനവും ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനവും ഗോവയാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനവും ഗോവയാണ്. പോർച്ചുഗീസ് അധീനതയിൽ ആദ്യം ഗോവയുടെ തലസ്ഥാനം വെൽഹ ഗോവ അഥവാ ഓൾഡ് ഗോവ ആയിരുന്നു. എന്നാൽ 1843 മലമ്പനി പകർച്ചവ്യാധിയുടെ കാരണത്താലാണ് ഗോവൻ തലസ്ഥാനം പനാജിയാക്കി മാറ്റിയത്. കിഴക്കിലെ ലിസ്ബൺ എന്നറിയപ്പെട്ടിരുന്നത് ഓൾഡ് ഗോവയാണ്. പണ്ട് കാലത്ത് പനാജി അറിയപ്പെട്ടത് പഞ്ചിം എന്നായിരുന്നു. പോർച്ചുഗീസുകാരാണ് പനാജി പട്ടണം പണികഴിപ്പിച്ചത്. പനാജി പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് മണ്ടോവി. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും മണ്ടോവിയാണ്. ഗോവയിലെ ദൂത് സാഗർ വെള്ളച്ചാട്ടം മണ്ടോവി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ തപാൽ വകുപ്പ് ഇന്ത്യക്ക് വെളിയിൽ സ്ഥാപിച്ച ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് അന്റാർട്ടിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഗോവ പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്. അന്റാർട്ടിക്കയിലെ ദക്ഷിണ ഗംഗോത്രിയുടെ പിൻകോഡിന് സമാനമായ പിൻകോഡുള്ള ഗോവയിലെ നഗരമാണ് പനാജി. 403001 പനാജിയുടെ പിൻകോഡ്. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് എക്സ്പെഡിഷൻ ഗോവയിൽ നിന്ന് MV പോളാർ സർക്കിൾ എന്ന വാഹനത്തിൽ പുറപ്പെട്ടത് 1981 ഇത് 1982 അന്റാർട്ടിക്കയിൽ എത്തി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫിയുടെ ആസ്ഥാനവും അന്റാർട്ടിക്ക പഠന ഗവേഷണ കേന്ദ്രവും പനാജിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോവയിലെ ഏക മുനിസിപ്പാലിറ്റിയും പനാജിയാണ്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഇന്ത്യയിലെ സ്ഥിരം വേദിയാണ് പനാജി. ആദ്യത്തെ ചലച്ചിത്രമേള 1952 നടന്നത് മുംബൈയിലായിരുന്നു. ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിന് നൽകുന്ന പുരസ്കാരമാണ് സുവർണ മയൂരം. 2019 50ാമത് ചലച്ചിത്രമേളയാണ് ഗോവയിൽ നടന്നത്. റഷ്യ ആയിരുന്നു പങ്കാളിത്ത രാജ്യം. ഈ ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജത മയൂരം നേടിയത് ജല്ലിക്കെട്ട് എന്ന മലയാള സിനിമയുടെ സംവിധായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരിക്കാണ്. മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയത് ഫ്രഞ്ച് ചിത്രമായ പാർട്ടിക്കിൾസ് ആണ്. പനാജിയുടെ പ്രത്യേകതകളാണ് ഈ പറയുന്നത്. പണ്ടുകാലത്ത് പനാജി അറിയപ്പെട്ടിരുന്നത് പഞ്ചിം എന്നായിരുന്നു. പനാജി പട്ടണത്തെ ചുറ്റൊഴുകുന്ന നദി മണ്ടോവിയാണ്. ഗോവയുടെ ജീവരേഖയാണ് മണ്ടോവി. ഗോവയിലെ ദൂത് സാഗർ വെള്ളച്ചാട്ടം മണ്ടോവി നദിയിലാണ്. ഇന്ത്യക്ക് പുറത്ത് അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇന്ത്യയുടെ ദക്ഷിണ ഗംഗോത്രിയുടെ പിൻകോഡിന് സമാനമായിട്ടുള്ള പിൻകോഡാണ് പനാജി നഗരത്തിന്. 403.001 അതിന്റെ പിൻകോഡ്. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് എക്സ്പെഡിഷൻ ഗോവയിൽ നിന്ന് MV പോളാർ സർക്കിൾ എന്ന വാഹനത്തിൽ പുറപ്പെട്ടത് 1981 പനാജിയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫിയും
അന്റാർട്ടിക്ക പഠന ഗവേഷണ കേന്ദ്രവും. പിന്നീട് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഇന്ത്യയിലെ സ്ഥിരം വേദിയാണ് പനാജി. ആദ്യത്തെ ചലച്ചിത്രമേള മുംബൈയിൽ 1952 തുടങ്ങിയത്. മികച്ച ചിത്രത്തിന് നൽകുന്ന പുരസ്കാരമാണ് സുവർണ മയൂരം. 2019 നടന്നത് 50ാമത്തെ ചലച്ചിത്രമേളയായിരുന്നു. ഇതിൽ മികച്ച സംവിധായകനുള്ള രജത മയൂരം നേടിയത് ജല്ലിക്കെട്ട് എന്ന സിനിമയുടെ സംവിധായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയത് പാർട്ടിക്കിൾസ് എന്ന ഫ്രഞ്ച് ചിത്രമാണ്. ഗോവയിലെ പ്രധാന തുറമുഖമാണ് മർമഗോവ. സുവാരി നദിയിലാണ് മർമഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് മർമഗോവ. ഗോവയെ മഹാരാഷ്ട്രയിൽ നിന്നും വേർതിരിക്കുന്ന നദിയാണ് തെറോക്കോൾ. ഗോവയിലെ പ്രധാന വ്യവസായം ടൂറിസമാണ്. വിനോദസഞ്ചാര മേഖലയിൽ നിന്നും ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണയം നേടിത്തരുന്ന സംസ്ഥാനമാണ് ഗോവ. ഗോവൻ തീരത്തിന്റെ ഏകദേശം 83% മനോഹരങ്ങളായ കടൽ തീരങ്ങളാണ്. കോൾവയാണ് ഗോവയിലെ നീളം കൂടിയ ബീച്ച്. ഗോവയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ കോളനി സ്ഥാപിച്ച സ്പാനിഷ് ജെസ്യൂട്ട് മിഷണറിയാണ് ഫ്രാൻസിസ് സേവ്യർ. ഇദ്ദേഹം 1542 ഗോവയിലെത്തുന്നത്. 1552 അദ്ദേഹം അന്തരിച്ചതും ഗോവയിലാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുശരീരം സൂക്ഷിച്ചിരിക്കുന്ന ബോം ജീസസ് ബസിലിക്ക പനാജിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബോം ജീസസ് ബസിലിക്ക യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് 1986 ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയായ സേ കത്തീഡ്രൽ ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോവയിലെ തദ്ദേശീയരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കാൻ ക്രിസ്ത്യൻ മിഷണറിമാർ സ്വീകരിച്ചിരുന്ന നടപടിയാണ് ഇൻക്വിസിഷൻ. ഓർക്കുക, മർമഗോവ തുറമുഖം സുവാരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് മർമഗോവ. ഗോവയെ മഹാരാഷ്ട്രയിൽ നിന്നും വേർതിരിക്കുന്ന നദിയാണ് തെറോക്കോൾ. അവിടുത്തെ പ്രധാന വ്യവസായം ടൂറിസമാണ്. കോൾവയാണ് ഗോവയിലെ നീളം കൂടിയ ബീച്ച്. 1542 ഫ്രാൻസിസ് സേവ്യർ ഗോവയിൽ എത്തുന്നത്. അദ്ദേഹത്തിന്റെ തിരുശരീരം സൂക്ഷിച്ചിരിക്കുന്ന ബോം ജീസസ് ബസിലിക്ക യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 1986 ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയാണ് സേ കത്തീഡ്രൽ, അത് ഗോവയിലാണ്. ഗോവയിലെ തദ്ദേശീയരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കാൻ ക്രിസ്ത്യൻ മിഷണറിമാർ സ്വീകരിച്ചിരുന്ന നടപടിയാണ് ഇൻക്വിസിഷൻ. അടുത്തത് ഗോവയിലെ ഏറ്റവും വലിയ നഗരമാണ് വാസ്കോഡ ഗാമ. ഗോവ ഷിപ്പ്യാർഡ് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് വാസ്കോഡ ഗാമ. ഏഷ്യയിലെ ഏക നാവിക വൈമാനിക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും വാസ്കോഡ ഗാമയിലാണ്. ഇന്ത്യയുടെ ആർട്ടിക് അന്റാർട്ടിക് ഗവേഷണങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ നാഷണൽ സെന്റർ ഫോർ അന്റാർട്ടിക് ആൻഡ് ഓഷ്യൻ റിസർച്ച് 1986 സ്ഥാപിതമായത് വാസ്കോഡ ഗാമയിലാണ്. ഗോവയിലെ നാവിക പരിശീലന കേന്ദ്രമാണ് INS മണ്ടോവി. INS ഹൻസ സ്ഥിതി ചെയ്യുന്നത് ഗോവയിലെ ദംബോളിം എന്ന സ്ഥലത്താണ്. ഗോവയിലെ പ്രധാന വിമാനത്താവളമാണ് ദംബോളി. പ്രശസ്ത ഗായിക ലതാ മങ്കേഷ്കറിന്റെ പേരിൽ അറിയപ്പെടുന്ന ഗോവയിലെ ഗ്രാമമാണ് മങ്കേഷ് ഗ്രാമം. ഗോവയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലും ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലും ഒന്നാണ് മങ്കേഷി ക്ഷേത്രം. മറക്കരുത്, ഗോവയിലെ ഏറ്റവും വലിയ നഗരമാണ് വാസ്കോഡ ഗാമ. ഗോവ ഷിപ്പ്യാർഡ്, ഏഷ്യയിലെ ഏക നാവിക വൈമാനിക മ്യൂസിയം എന്നിവ സ്ഥിതി ചെയ്യുന്നത് വാസ്കോഡ ഗാമയിലാണ്. ഇന്ത്യയുടെ ആർട്ടിക് അന്റാർട്ടിക് ഗവേഷണങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ നാഷണൽ സെന്റർ ഫോർ അന്റാർട്ടിക് ആൻഡ് ഓഷ്യൻ റിസർച്ച് 1986 സ്ഥാപിതമായത് വാസ്കോഡ ഗാമയിലാണ്. ഗോവയിലെ നാവിക പരിശീലന കേന്ദ്രമാണ് INS മണ്ടോവി. ഗോവയിലെ വിമാനത്താവളമാണ് ദംബോളി. ലതാ മങ്കേഷ്കറുടെ പേരിൽ അറിയപ്പെടുന്ന ഗ്രാമമാണ് മങ്കേഷ് ഗ്രാമം. ബൈക്ക് ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഗോവ. പൈലറ്റ്സ് എന്നറിയപ്പെടുന്ന മോട്ടോർ സൈക്കിൾ ടാക്സികൾ പ്രചാരത്തിലുള്ള സംസ്ഥാനവും ഗോവയാണ്. വിവാഹത്തിന് മുമ്പ് HIV പരിശോധന നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഗോവ. സ്ത്രീകൾക്ക് രാത്രികാലങ്ങളിൽ ഫാക്ടറികളിൽ ജോലി ചെയ്യാനുള്ള അനുമതി നൽകിക്കൊണ്ട് ഫാക്ടറീസ് ആക്ടിൽ ഭേദഗതി വരുത്തിയ സംസ്ഥാനമാണ് ഗോവ. ഗാന്ധി ജയന്തിയെ അവധി ദിവസങ്ങളിൽ നിന്നും ഒഴിവാക്കിയ സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യയിലെ പ്രഥമ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി നിലവിൽ വരുന്ന സംസ്ഥാനവും ഗോവയാണ്. സലീമലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഗോവയിലെ ചൊരാവോ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്.
സലീം അലി ദേശീയോദ്യാനം ജമ്മു കാശ്മീരിലും, സലീം അലി തടാകം ഔറംഗാബാദിലും, സലീം അലി സെന്റർ ഫോർ ഓർണിത്തോളജി കോയമ്പത്തൂരിലും, സലീം അലി സ്കൂൾ ഓഫ് ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റൽ സയൻസ് പുതുച്ചേരിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ്, ദേശീയ ജലകായിക പരിശീലന കേന്ദ്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. ജൈനമത സ്ഥാപകനായ മഹാവീരന്റെ പേരിൽ അറിയപ്പെടുന്ന ഭഗവാൻ മഹാവീർ നാഷണൽ പാർക്ക്, ബോണ്ടില, കോട്ടിഗാവോ എന്നിവയാണ് ഗോവയിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങൾ. ബൈക്ക് ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനവും പൈലറ്റ്സ് എന്നറിയപ്പെടുന്ന മോട്ടോർ സൈക്കിൾ ടാക്സികൾ പ്രചാരത്തിലുള്ള സംസ്ഥാനവും ഗോവയാണ്. സ്ത്രീകൾക്ക് രാത്രികാലങ്ങളിൽ ഫാക്ടറികളിൽ ജോലി ചെയ്യാനുള്ള അനുമതി നൽകിക്കൊണ്ട് ഫാക്ടറീസ് ആക്ടിൽ ഭേദഗതി വരുത്തിയ സംസ്ഥാനമാണ് ഗോവ. ഗാന്ധി ജയന്തിയെ അവധി ദിവസങ്ങളിൽ നിന്നും ഒഴിവാക്കിയ സംസ്ഥാനമാണ് ഗോവ. സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഗോവയിലെ ചെരാവോ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ്, ദേശീയ ജലകായിക പരിശീലന കേന്ദ്രം എന്നിവയെല്ലാം ഗോവയിലാണ്. ഭഗവാൻ മഹാവീർ നാഷണൽ പാർക്ക്, ബോണ്ടില, കോട്ടിഗാവോ എന്നിവയാണ് ഗോവയിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങൾ. ഇനി ഗോവയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആനുകാലിക സംഭവങ്ങളാണ് പറയുന്നത്. 36ാമത് ദേശീയ ഗെയിംസിന്റെ വേദിയാകുന്ന സംസ്ഥാനമാണ് ഗോവ. ഗോവയിൽ നടക്കുന്ന ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം റൂബി ഗുല എന്ന പക്ഷിയാണ്. ഗോവയിലാണ് രാജ്യത്തെ ആദ്യ ഭൗമസൂചികാ സ്റ്റോർ സ്ഥിതി ചെയ്യുന്നത്. IIT-യിൽ നിന്നും ബിരുദം നേടിയ ആദ്യ മുഖ്യമന്ത്രിയായ മനോഹർ പരീക്കർ ഗോവയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായും സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം 2019 മാർച്ച് 17-നാണ് അന്തരിച്ചത്. രാജ്യത്തെ ആദ്യത്തെ കോവിഡ് മുക്ത സംസ്ഥാനമാണ് ഗോവ. കോവിഡ് രോഗികൾക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ആയുർവേദ ചികിത്സ ആദ്യമായി ഉപയോഗിച്ച സംസ്ഥാനവും ഗോവയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഗോവ സംസ്ഥാനത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. എങ്കിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ. 1987 മെയ് 30-നാണ് ഗോവ നിലവിൽ വരുന്നത്. പനാജിയാണ് ഗോവയുടെ തലസ്ഥാനം. ഗോവയുടെ വാണിജ്യ തലസ്ഥാനവും സാംസ്കാരിക തലസ്ഥാനവുമാണ് മാർഗവോ. ഗോവയുടെ നിയമ തലസ്ഥാനമാണ് പോർവോറിം. കിഴക്കിന്റെ പരദീസ, കിഴക്കിന്റെ റോം, കിഴക്കിന്റെ മുത്ത്, സഞ്ചാരികളുടെ പരദീസ എന്നീ വിശേഷണങ്ങളിൽ ഗോവ അറിയപ്പെടുന്നുണ്ട്. ഗോവയിലെ ഔദ്യോഗിക ഭാഷ കൊങ്കണിയും ഔദ്യോഗിക പാനീയം ഫെനിയുമാണ്. കശുവണ്ടിയിൽ നിന്നാണ് ഫെനി ഉൽപ്പാദിപ്പിക്കുന്നത്. മറക്കരുത്, ഫെനി എന്ന പേരുള്ള നദി ത്രിപുരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കാലം കോളനിവൽക്കരണത്തിന് വിധേയമായ സ്ഥലമാണ് ഗോവ. 1510-ൽ പോർച്ചുഗീസ് നാവികനായ അൽഫോൺസ് ഡി അൽബുക്കർക്കാണ് ഗോവയിൽ ആദ്യമായി എത്തിയ നാവികൻ. ബീജാപ്പൂരിലെ സുൽത്താനിൽ നിന്ന് ഗോവയെ പിടിച്ചെടുക്കാൻ അൽബുക്കർക്കിനെ സഹായിച്ച പ്രാദേശിക നേതാവാണ് തിമ്മയ്യ. പിൻഡോ കലാപം നടന്നത് 1787-ലാണ്. 1961 ഡിസംബർ 19-നാണ് ഗോവയെ കേന്ദ്രഭരണ പ്രദേശമാക്കിയത്. 1987 മെയ് 30-ന് ഗോവയെ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. ജൂൺ 18-ാം തീയതി ഗോവയുടെ സ്വാതന്ത്ര്യ ദിനമായും ഡിസംബർ 19-ാം തീയതി ഗോവ വിമോചന ദിനമായും ആചരിക്കുന്നു. 1961 ഡിസംബർ 19-ന് ഗോവയെ മോചിപ്പിക്കാൻ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ആ സമയത്തെ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോനായിരുന്നു. അദ്ദേഹം ആ ഓപ്പറേഷനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പദം പോലീസ് ആക്ഷൻ എന്നാണ്. അമിതാഭ് ബച്ചൻ ആദ്യമായി അഭിനയിച്ച ചിത്രമായ സാത് ഹിന്ദുസ്ഥാനിയുടെ പ്രമേയം ഗോവ വിമോചനമായിരുന്നു. ആ സിനിമയിൽ അഭിനയിച്ച മലയാള നടനാണ് മധു. ഗോവൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് മോഹൻ റാനഡെയും ഗോവ വിമോചകൻ എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിനെയുമാണ്. ഗോവയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അറിയപ്പെടുന്നത് കദംബ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച ആദ്യ സംസ്ഥാനമാണ് ഗോവ. അത് 2004-ലായിരുന്നു. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ആദ്യ സംസ്ഥാനം ഗോവയാണ്. 1556-ൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിക്കപ്പെട്ടത് ഗോവയിലാണ്. സാർസ് രോഗം റിപ്പോർട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനവും ഗോവയാണ്.
പോർച്ചുഗീസിന്റെ കാലത്ത് ആദ്യം ഗോവയുടെ തലസ്ഥാനം വെൽഹ ഗോവ അഥവാ ഓൾഡ് ഗോവയായിരുന്നു. ഇപ്പോൾ ഗോവയുടെ തലസ്ഥാനം പനാജിയാണ്. പഞ്ചിം എന്ന പേരിലാണ് പനാജി അറിയപ്പെട്ടിരുന്നത്. പനാജി പട്ടണത്തെ ചുറ്റൊഴുകുന്ന നദി മണ്ഡോവിയും ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും മണ്ഡോവിയാണ്. ഗോവയിലെ ദൂദ്സാഗർ വെള്ളച്ചാട്ടം മണ്ഡോവി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഇന്ത്യയിലെ സ്ഥിരം വേദിയാണ് പനാജി. 2019 നടന്നത് 50ാമത് ചലച്ചിത്രമേളയായിരുന്നു. അതിൽ രജത മയൂരം നേടിയ മലയാള സംവിധായകനാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി. അന്റാർട്ടിക്കയിലെ ദക്ഷിണ ഗംഗോത്രിയുടെ പിൻകോഡിന് സമാനമായ പിൻകോഡുള്ള ഗോവയിലെ നഗരമാണ് പനാജി. 403,001 പനാജിയുടെ പിൻകോഡ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫിയും അന്റാർട്ടിക്ക പഠന ഗവേഷണ കേന്ദ്രവും പനാജിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോവയിലെ പ്രധാന തുറമുഖമാണ് മർമഗോവ. ഇത് സുവാരി നദിയിലാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് മർമഗോവ. ഗോവയിൽ ആദ്യത്തെ ക്രിസ്ത്യൻ കോളനി സ്ഥാപിച്ച സ്പാനിഷ് ജെസ്യൂട്ട് മിഷണറിയായിരുന്ന ഫ്രാൻസിസ് സേവ്യറുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ബോം ജീസസ് ബസിലിക്ക പനാജിയിലാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 1986 ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയായ സെയിന്റ് കത്തീഡ്രലും ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോവയിലെ ഏറ്റവും വലിയ നഗരമാണ് വാസ്കോഡഗാമ. ഗോവ ഷിപ്പ്യാർഡും ഇന്ത്യയിലെ ഏക നാവിക വൈമാനിക മ്യൂസിയവും വാസ്കോഡഗാമയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോവയിലെ നാവിക പരിശീലന കേന്ദ്രമാണ് INS മണ്ഡോവി. ഗോവയിലെ പ്രധാന വിമാനത്താവളമാണ് ദംബോളിം. ലതാ മങ്കേഷ്കറുടെ പേരിൽ അറിയപ്പെടുന്ന ഗ്രാമമാണ് മങ്കേഷ് ഗ്രാമം. ബൈക്ക് ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനവും പൈലറ്റ്സ് എന്നറിയപ്പെടുന്ന മോട്ടോർ സൈക്കിൾ ടാക്സികൾ പ്രചാരത്തിലുള്ള സംസ്ഥാനവും ഗോവയാണ്. ഗാന്ധി ജയന്തി അവധി ദിവസങ്ങളിൽ നിന്നും ഒഴിവാക്കിയ സംസ്ഥാനമാണ് ഗോവ. സലീം അലി പക്ഷി സങ്കേതം ഗോവയിലെ ചൊരാവോ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജൈനമത സ്ഥാപകനായ മഹാവീരന്റെ പേരിൽ അറിയപ്പെടുന്ന ഭഗവാൻ മഹാവീർ നാഷണൽ പാർക്ക്, ബോണ്ടില, കോട്ടിഗാവോ എന്നിവയാണ് ഗോവയിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങൾ. 36ാമത് ദേശീയ ഗെയിംസിന്റെ വേദിയാകുന്ന സംസ്ഥാനമാണ് ഗോവ. ഗോവയിൽ നടക്കുന്ന ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം റൂബിഗുല എന്ന പക്ഷിയാണ്. രാജ്യത്തെ ആദ്യത്തെ കോവിഡ് മുക്ത സംസ്ഥാനവും ഗോവയാണ്. കോവിഡ് രോഗികൾക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ആയുർവേദ ചികിത്സ ആദ്യമായി ഉപയോഗിച്ച സംസ്ഥാനവും ഗോവയാണ്. ഗോവയുമായി ബന്ധപ്പെട്ട വിശദമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ PDF നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി എല്ലാവരും നോക്കി പഠിക്കുക.